ഹലോ പിന്നല്ലേ നമുക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് സുഹേറിന്റെ അടുത്ത് കേട്ടോ. സുഹേർ വിളിച്ചിരിക്കണേ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് എനിക്കൊന്ന് ലീവാണ് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സുഹേറിനെ കാണാൻ പോകാൻ നിൽക്കുകയാണ്. അവിടെ പോയിട്ട് ബാക്കിയാണ് സുഹേറിന്റെ അടുത്ത് എത്തി. സുഹേറാന്നുണ്ടെങ്കിൽ ആകെ ലുക്കാകെ മാറിയിരിക്കും. നമ്മളെന്തായാലും 3-4 മാസമായിട്ട് നാളെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ടാവും സുഹേർ ആരാണെന്ന്. സുഹേറാണ് ഞാൻ ഈ കമ്പനി കയറിയിട്ട് ഫസ്റ്റ് നമ്മളെ കമ്പനിക്കാരനെ. അങ്ങനെ അവനോട് നമ്മൾ പറഞ്ഞു നമുക്ക് ചായ അടിക്കണം, എവിടെ ഇപ്പോൾ ചായ അടിക്കാൻ നല്ല സ്പോട്ട് തന്നെ പോകാൻ പറഞ്ഞു. നമുക്ക് നേരെ കിസേസ്ക്ക് പോകാം. നമുക്ക് ഇവിടുത്തെ ചായ ഒന്നും പറ്റില്ല, കിസേസ്ക്ക് തന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെട്രോയിൽ പിടിച്ച് ഞങ്ങൾ നേരെ കിസേസിലെത്തി. കിസേസിലെത്തിയപ്പോൾ ജസ്മൽ അവിടെ. ജസ്മലിനെയും കൂട്ടി നമ്മൾ ചായ അടിക്കാൻ നേരെ മെട്രോന്റെ പുറത്തിറങ്ങി. ജസ്മൽ പിന്നെ ഇവിടുത്തെ കുറെ ഏരിയകൾ അറിയാലോ, നല്ല ചായ സ്പോട്ടുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ ജസ്മിനോട് പറഞ്ഞു ദൂരം ഒന്നും പോകണ്ട, നമുക്ക് കുറെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്തുള്ള സ്പോട്ട് തന്നെ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് പയമ്പൊരി ബീഫും പത്തലും ബീഫും കേട്ടോ. അപ്പൊ 3 ചായയും പറഞ്ഞ് നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ്. ജാക്ക് റെസ്റ്റോറന്റിനെക്കാട്ടിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിച്ച് പുറത്തിറങ്ങിയ ഈ ചങ്ങായി അതിന്റെ ഫുൾ ടൈം ഫോണിലാണ് കേട്ടോ. ഞാൻ അവന് ചീത്ത പറഞ്ഞു പഹേജ് എന്തിന് നമ്മൾ വിളിച്ചിരുത്തിയതാണ് ഫോണുമ്മ കളിച്ചിരിക്കാനാണെന്നുണ്ടെങ്കിൽ. ജസ്മിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും പോകാനിട്ടാന്ന് പറഞ്ഞു. ജസ്മലും പോക്കൊക്കെയാണ് നമ്മൾ നേരെ മെട്രോക്ക് തിരിച്ചിട്ടാ. അങ്ങനെ ഞാനും സുഹേറും കൂടെ നേരെ മെട്രോ കയറിയിട്ടാ. യൂണിയൻ വരെ സുഹേറുണ്ട് അവന്റെ കൂടെ. അവിടുന്ന് പിന്നെ ഞാൻ ഒറ്റക്ക് പോകണം. അങ്ങനെ അതും കഴിഞ്ഞ് അവനോട് പോക്കും പറഞ്ഞ് നമ്മൾ ഇറങ്ങാനിട്ടാ. അങ്ങനെ നമ്മൾ റാഷിദിയിലെത്തി പഞ്ചും ചെയ്ത് നേരെ പുറത്തിറങ്ങി കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ എവിടെ പോയാലും നാട്ടിലായാലും ഇവിടെ ആയാലും നമ്മളെ റൂം എത്തി നമുക്ക് മനസ്സമാധാനം. അപ്പൊ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടാ. ഓക്കെ ബൈ.